ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ പാർട്ട് 4 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് എക്സാം നടന്നിട്ടുള്ളത് 30/7/2025. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബസാൾട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ബസാൾട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? വോൾക്കാനിക് റോക്കിൻ്റെ എക്സാമ്പിളാണ്. ഗ്നീസ് ഈസ് ഫോംഡ് ഫ്രം. ഗ്നീസ് ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഗ്രാനൈറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒബേക് ഗ്ലേസിംഗ് ഓൺ ക്ലേ പ്രോഡക്ട്സ് ഡൺ വിത്ത് സബ്സ്റ്റൻസ് കോൾഡ്. ക്ലേ പ്രോഡക്ട്സിൽ ഒബേക് ഗ്ലേസിംഗ് കൊടുക്കുന്നത് സ്ലിപ്പാണ്. അടുത്ത മിക്സ് ദ ബ്രിക്ക് എർത്ത് വിത്ത് ദ ഇൻഗ്രീഡിയൻസ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ഡ്രൈ സ്റ്റേറ്റിൽ ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുക? ബ്ലെൻഡിങ് എന്നാണ് പറയുക. അടുത്തത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ഹാവ് ദ ക്രഷിംഗ് സ്ട്രെങ്ത് നോട്ട് ലെസ് ദാൻ 5.5 ന്യൂട്ടൺ പെർ mm². 5.5 ന്യൂട്ടൺ പെർ mm² കുറയാൻ പാടില്ല. ആൻഡ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇൻ സിമെന്റ് ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ. ലൈം സാച്ചുറേഷൻ ഫാക്ടർ 1.02 കൂടാൻ പാടില്ല. മാക്സിമം വെയിറ്റ് ഓഫ് ഇൻസോലബിൾ റെസിഡ്യൂ ഇൻ സിമെന്റ്. സിമെന്റിലുള്ള മാക്സിമം വെയിറ്റ് ഓഫ് ഇൻസോലബിൾ റെസിഡ്യൂ എന്ന് പറയുന്നത് 5% ആണ്. മോർട്ടാർ വിത്ത് ബൾക്ക് ഡെൻസിറ്റി ഓവർ 22 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. 22 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിനെക്കാട്ടും ബൾക്ക് ഡെൻസിറ്റി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റേ ഷീൽഡിംഗ് മോർട്ടാർ എന്ന് പറയുന്നത്. ഇനി ഇത് ടെസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ അബ്രാഷൻ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ദ ഹാർഡ്നെസ് ഓർ റെസിസ്റ്റൻസ് ടു വിയർ ഫോർ അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ്. അതിൻ്റെ ആൻസർ ലോസ് ഏഞ്ചൽസ് അബ്രാഷൻ ടെസ്റ്റ് ആണ്. വാട്ടർ റിക്വയർഡ് ഫോർ 1 ബാഗ് ഓഫ് സിമെന്റ് ഈസ് 30 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വാട്ടർ എത്ര ലിറ്റർ തന്നിട്ടുണ്ട്? 30 ലിറ്റർ ആണ്. അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ, അപ്പോൾ വാട്ടർ 30 ലിറ്റർ തന്നിട്ടുണ്ട് ബൈ സിമെന്റ്. 1 ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 kg ആണ്. അപ്പോൾ നമ്മൾ 30/50 ചെയ്യുന്നത് നമുക്ക് 0. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇനി അടുത്തത് ദ ഡിഫക്റ്റ് ഇൻ ടിമ്പർ വിച്ച് ഇൻഡിക്കേറ്റ്സ് സോഫ്റ്റ് ടിഷ്യൂസ് ഓർ സ്കിൻ വിച്ച് കവേഴ്സ് ദ വൂണ്ട് ഓഫ് എ ട്രീ. അതായത് ഒരു ട്രീന്റെ വൂണ്ട് കവർ ചെയ്യുന്ന ഏതാണ്? കാലസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്വുഡ് ആൻഡ് ഇന്നർ ബാർക്ക്. സാപ്വുഡിന്റെയും ഇന്നർ ബാർക്കിന്റെയും ഇടയിൽ വരുന്ന തിൻ ലെയർ എന്ന് പറയുന്നത് കാമ്പിയം ലെയർ ആണ്. ഓപ്ഷൻ എ ആണ് വരിക. അടുത്തത് എ തെർമോപ്ലാസ്റ്റിക് റെസിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം എത്തിലിൻ ഫ്രം പെട്രോളിയം. അതിന്റെ ആൻസർ ഓപ്ഷൻ സി വിനൈൽ ആണ്. PVCN ഫോർ പെയിന്റ് യൂസ്ഡ് ഫോർ പ്രൈം കോട്ട്. പ്രൈം കോട്ടിന് യൂസ് ചെയ്യുന്ന പെയിന്റിന്റെ PVCN എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 25 to 40. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈം കോട്ടിന് 25 to 40 ആണ് വരിക. The theoretical amount of water required for lime slaking with the weight of CaO എന്ന് പറയുന്നത് ഓപ്ഷൻ എ 32% ആണ് വരിക. Which type of pile is constructed by inserting a steel shell into the ground and then filling it with concrete? അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റീൽ ഷെൽ ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ട് അത് കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്തതിനു ശേഷം ആ ഒരു ഷെല്ലിന് നമ്മൾ അവിടെ ലീവ് ചെയ്യാം. അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് പൈലിനെയാണ് നമ്മൾ റെയ്മോണ്ട് പൈൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എ കോഴ്സ് ഓഫ് സ്റ്റോൺ മാസൺറി പ്രൊവൈഡഡ് ഇമീഡിയറ്റ്ലി എബവ് ദ കോർണീസ്. കോർണീസിന്റെ മുകളിൽ കൊടുക്കുന്നതാണെങ്കിൽ അതെന്താണ്? ബ്ലോക്കിംഗ് കോഴ്സ് ആണ്. താഴെ കൊടുക്കുന്നതാണെങ്കിൽ അത് ഫ്രീസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ ബ്രിക്ക് നോഗിംഗ് പാർട്ടീഷൻ വാൾ വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ വെർട്ടിക്കൽ വുഡൻ മെമ്പേഴ്സ് ദാറ്റ് സപ്പോർട്ട് ദ ബ്രിക്ക് ഇൻഫിൽ. ബ്രിക്ക് ഇൻഫിലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ വുഡൻ മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ലിൻഡൽ ഫോർ സ്പാൻ എക്സീഡിങ്. സ്പാന് 2 മീറ്ററിൽ എക്സീഡ് ചെയ്യും, അതുപോലെ തന്നെ ഹെവി ലോഡ്സ് ക്യാരി ചെയ്യും. ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്? റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ലിൻഡൽ ആണ് ആൻസർ വരിക. ദ ലൈൻ അലോങ് വിച്ച് ദ റിസൾട്ടന്റ് ഓഫ് ഓൾ ഫോഴ്സസ് പാസസ് ഇൻ ആൻ ആർക്ക്. ഒരു ആർക്കിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ റിസൾട്ടന്റ് ഓഫ് ഫോഴ്സും ഏത് ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ത്രസ്റ്റ് ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അടുത്തത് മോസ്റ്റ് സ്യൂട്ടബിൾ അണ്ടർപിന്നിങ് മെത്തേഡ് ഫോർ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസസ് ആൻഡ് പുവർ സോയിൽ കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? മൈക്രോപൈൽ അണ്ടർപൈനിങ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ഹെഡിങ് ആൻഡ് സ്ട്രെച്ചിങ് കോഴ്സസ് സോ അറേഞ്ച് ദാറ്റ്. ഒരു ഹെഡിങ് കോഴ്സ് കുറേ സെവറൽ സ്ട്രെച്ചിങ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് നമ്മൾ ഫേസിംഗ് ബോണ്ട് എന്നാണ് പറയാം. ഇനി അടുത്ത ഇൻ റേക്കിംഗ് ഷോറിംഗ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ റേക്സ്. ഇൻക്ലിനേഷൻ ഓഫ് റേക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലോ ആയിട്ട് 45 to 75 ഡിഗ്രി ആണ് ഉണ്ടാവുക. 23 ആൻസർ ഡി ആണ് വരിക. വിച്ച് ടൈപ്പ് ഓഫ് കാർപ്പൻട്രി ജോയിന്റ് ഇൻവോൾവ്സ് എ സ്ലോട്ട് അക്രോസ് ദ ഗ്രെയിൻ ഇൻ വൺ പീസ്. അതായത് ഒരു പീസിൽ ഗ്രെയിൻ അക്രോസ് ആയിട്ട് ഒരു സ്ലോട്ട് ഉണ്ടാവും, എന്നിട്ട് എന്താണ് അതിന് മാച്ചിങ് മറ്റൊന്നിൽ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. അതിന്റെ ആൻസർ ആണ് മോർട്ടിസ് ആൻഡ് ടാനൻ ജോയിന്റ് എന്ന് പറയുന്നത്. വിച്ച് കെമിക്കൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ഇൻ ബിൽഡിംഗ്. ബിൽഡിംഗിൽ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ക്ലോർപൈറിഫോസ് ആണ്. അടുത്തത് ദ പ്രൊജക്ഷൻ വിച്ച് ഹെൽപ്സ് ഇൻ സെക്യൂറിംഗ് ദ ഹെഡ് ഓഫ് എ ഡോർ ഫ്രെയിം ടു ദ മാസൺറി ആർ കോൾഡ്. ആ ഒരു ഹെഡിന്റെ
പ്രൊജക്ഷൻ ആണ് ചോദിക്കുന്നത്. ഹെഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊജക്ഷനാണ് നമ്മൾ ഓപ്ഷൻ എ ഹോൺ എന്നാണ് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് വിൻഡോ ഈസ് സ്പെഷ്യലി പ്രൊവൈഡഡ് ടു സപ്ലൈ ലൈറ്റ് ആൻഡ് എയർ ടു ആൻ എൻക്ലോസ്ഡ് സ്പേസ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ റൂഫ്. റൂഫിന്റെ താഴെയായിട്ട് ലൈറ്റും എയറും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആൻസർ കീയിൽ ഡോർമർ വിൻഡോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആൻസർ ക്ലിയർ സ്റ്റോറി വിൻഡോയും വരും. പക്ഷേ ആൻസർ കീയിൽ ആൻസർ അനുസരിച്ചിട്ട് ഡോർമർ വിൻഡോ കൊടുക്കാം. ക്ലിയർ സ്റ്റോറി വിൻഡോ ആണ് ശരിക്കും വരേണ്ടത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ഈസ് മെയ്ഡ് ബൈ മിക്സിംഗ് മാർബിൾ ചിപ്സ് വിത്ത് വൈറ്റ് ഓർ colored cement and then polishing the surface for smooth and decorative finish? The answer terrazzo flooring ആണ്. The type of truss commonly used for span varying from 5 to 9 meter വരുന്ന span വരുന്നത് king post truss ആണ്. The uppermost horizontal structure member supporting the common rafter in a sloped roof is called option A ridged board. Which is the habitable space on the roof of the building with or without toilet facilities? അതിനെയാണ് നമ്മൾ ബർസാത്തി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് പ്രോസ്പെക്ട് ഇൻ ബിൽഡിംഗ് ഡിസൈൻ? പ്രോസ്പെക്ട് എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് എക്സ്റ്റേണൽ വ്യൂ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വ്യൂ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോസ്പെക്ട് നമ്മൾ കൊടുക്കുന്നത്. പ്രൈമറി ഗോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത്, അക്കോർഡിംഗ് ടു ലോക്കൽ ബിൽഡിംഗ് ബൈലോസ് ആസ് പെർ IS code, the maximum number of private dwellings units that can be occupied by members of one or two families in subdivision A2. A2 സബ്ഡിവിഷനിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ആൻസർ നമുക്ക് ആൻസർ കീയിൽ കൊടുത്തിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ജനറൽ ഫയർ സേഫ്റ്റി റിക്വയർമെന്റ് വാട്ട് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ബിൽഡിംഗ് വിത്ത് മോർ ദാൻ 1 സ്റ്റോറി? ഒന്നിൽ കൂടുതൽ സ്റ്റോറിയുള്ള ബിൽഡിങ്ങിൽ നമ്മൾ കൊടുക്കുക liberally designed and safe fireproof exits or escapes ആണ് കൊടുക്കുക. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പ്ലാന്റ് ഏരിയ ദാറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഫോർ ഗ്രീൻ ബെൽറ്റ്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റിപ്പുലേഷൻ ഓഫ് MOEF? ഓപ്ഷൻ വരുന്നത് 33% ആണ്. ഇനി ഹൂ ഡെവലപ്പ് ദ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തത് ടെഡ് ഹോഫ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ CAD പാക്കേജ്? ഡിസൈൻ ചെയ്യും, നമ്മൾ അനാലിസിസ് ചെയ്യും, വിഷ്വലൈസേഷൻ ചെയ്യും, പക്ഷേ ഒരിക്കലും പ്രോഗ്രാമിംഗ് ചെയ്യില്ല. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ടൈറ്റിൽ ബാർ ഇൻ AutoCAD? എന്താണ് ടൈറ്റിൽ ബാറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ടു ഷോ ദ നെയിം ഓഫ് ഡ്രോയിങ് കറന്റ്ലി യൂസ്ഡ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് AutoCAD ഇൻ ഇൻസ്റ്റാളേഷൻ വിസാർഡ്? ഇൻസ്റ്റാളേഷൻ വിസാർഡിലെ AutoCADന്റെ പർപ്പസ് എന്താണ്? എല്ലാ ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് മെറ്റീരിയൽസും എന്ത് ചെയ്യുക? ഒരു പ്ലേസിൽ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. ടു കണ്ടെയ്ൻ ഓൾ ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് മെറ്റീരിയൽസ് ഇൻ വൺ പ്ലേസ്. ഇനി വാട്ട് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു ഹൈലൈറ്റ് യുവർ മാർക്ക്? നമ്മുടെ മാർക്കുകളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ റിവ് ക്ലൗഡ് ആണ് യൂസ് ചെയ്യുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് RCC എന്താണെന്ന് ചോദിക്കുന്നത്. ഹാവ് ബെറ്റർ റെസിസ്റ്റൻസ് ഓഫ് ഫയർ ദാൻ സ്റ്റീൽ. ശരിയാണ്. ലോങ് സർവീസ് ലൈഫ് ആണ്. ക്യാൻ ബി കാസ്റ്റഡ് ടു എനി ഷേപ്പ്. അപ്പം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് വരിക. ഇനി M20 ഗ്രേഡ് കോൺക്രീറ്റ് ഹാവ് പ്രപ്പോർഷൻ ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ ഫൈൻ അഗ്രിഗേറ്റ് കോഴ്സ് അഗ്രിഗേറ്റിന്റെ പ്രപ്പോർഷൻ എത്രയാണെന്ന് ചോദിക്കുന്നത്. 1:1.5:3 ആണ്. അതുപോലെ തന്നെ M20 M15 ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. Okay. The clear cover to reinforcement of slab. Slabന്റെ clear cover 50 mm വരും. diameter of bar. The higher value of A. ഇതിൽ ഏതാണോ higher value അതാണ് എന്താക്കി എടുക്കുക? ഈ ഒരു സ്ലാബിന്റെ ക്ലിയർ കവർ ആയിട്ട് എടുക്കുന്നത്. The mass per meter length of 18 mm dia bars is 18 mm dia barന്റെ mass per meter length എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2 ആണ് ആൻസർ വരിക. അതായത് നമ്മൾ d²/169 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1.9 സംതിങ് ആണ് കിട്ടുക. അപ്പം 2 ആണ് ആൻസർ വരിക. The temporary structure used for construction of circular shaped work such as arc, dome, etc. is called option C centering. The slump in millimeters recommended for mass concrete is 25 to 15 ആണ് വരിക. Columns are called short. എപ്പോഴാണ് വരിക? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയാമീറ്ററിനെക്കാട്ടും 8 ടൈംസ് ലെസ് ആയാലും അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 32 ആകുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ ഒരു കോളംസിനെ നമ്മൾ ഷോർട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ലാബ് ഇൻ വിച്ച് സപ്പോർട്ടഡ് ഓൺ ഓൾ ഇറ്റ്സ് 4 edges ആൻഡ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ലോങ് സ്പാൻ ടു ഷോർട്ട് സ്പാൻ ഈസ് നോട്ട് മോർ ദാൻ 2 ഈസ് കോൾഡ് എന്താണ്? നോട്ട് മോർ ദാൻ 2 ഈസ് കോൾഡ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 2-way സ്ലാബ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ട്രക്ചറൽ സ്റ്റീൽ മെമ്പർ ക്യാരിങ് ഡയറക്റ്റ് ടെൻഷൻ ക്യാരി ചെയ്യുന്നത് ടൈ ആണ്. Any Unwin's formula is used to find the diameter of the rivet. The water carriage system is also called a flushed out system. Which pipe is provided to maintain the water seals in traps by preventing siphonage? Anti-siphonage pipe ആണ്. What is the typical diameter of waste pipe connected to bathtub? ഓപ്ഷൻ സി 15 mm ആണ്. എന്തിനാണ് why are drop manholes used? എന്തിനാണ് drop manholes യൂസ് ചെയ്യുന്നത്? To avoid steep gradients in branch sewers ലുള്ള steep gradientsനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ.
വാട്ട് ഈസ് ദ ടൈപ്പിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ മാൻഹോൾസ് ഇൻ സ്ട്രെയിറ്റ് റീച്ചസ് ഓഫ് സ്യൂവർ ലൈൻ? അതിൻ്റെ ആൻസർ നമുക്ക് കൊടുത്തിട്ടില്ല, ആൻസർ കീയിൽ 55ാമത്തെ ആൻസർ നമുക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ദ ക്ലാസ് 9 ഓഫ് ഹിൽ റോഡ് ആർ 6 മീറ്റർ വൈഡ് ആൻഡ് ഡിസൈൻ ടു ക്യാരി. എന്തിനാണ് ക്ലാസ് 9 കൊടുക്കുന്നത്? 310 വെഹിക്കിളിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ മാക്സിമം സൂപ്പർ എലിവേഷൻ ഓൺ ഹിൽ റോഡ് ഷുഡ് നോട്ട് ബി എക്സീഡ് എന്താണ്? 10%, 10% കൂടാൻ പാടില്ല ഹിൽ റോഡിലുള്ള സൂപ്പർ എലിവേഷൻ. ഇൻ ഫ്ലെക്സിബിൾ പേയ്മെന്റ് സബ് ബേസ് കോഴ്സ് ഈസ് ഇൻ ബിറ്റ്വീൻ. ഫസ്റ്റ് നമുക്ക് സർഫസ് കോഴ്സ് ആണ് ഉണ്ടാവുക, പിന്നെ ബേസ് കോഴ്സ്, പിന്നെ സബ് ബേസ്, സബ് ഗ്രേഡ്. അപ്പൊ എന്തിന്റെ ഇതാണ്? സബ് ഗ്രേഡിന്റെയും ബേസ് കോഴ്സിന്റെയും ഇടയിലാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ്? സോയിൽ സബ് ഗ്രേഡ് ആൻഡ് ഓപ്ഷൻ 58 ഓപ്ഷൻ എ ആണ് വരിക. സോയിൽ സബ് ഗ്രേഡിന്റെയും ബേസ് കോഴ്സിന്റെ ഇടയിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൾവേർട്ട് ഹാവിംഗ് ടോട്ടൽ ലെങ്ത് ലെസ് ദാൻ ഡാഷ് ഈസ് കോൾഡ് വെൻ വേ. ലെസ് ദാൻ 1 മീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെന്റ് വേ എന്ന് പറയുന്നത്. പോർട്ടൂൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ്. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ കൺവെയൻസ് ടണൽ? ഹൈഡ്രോ പവർ ടണൽ എന്താണ്? കൺവെയൻസ് ടണലാണ്. വാട്ടർ സപ്ലൈഡ് ആൻഡ് കൺവേ ചെയ്യും, സീവേജ് ടണലും കൺവേ ചെയ്യും. പക്ഷെ നാവിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? നാവിഗേഷൻ ടണൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ദ ഫസ്റ്റ് ഡിസൈൻ റെയിൽ സെക്ഷൻ ഇൻ ഇന്ത്യൻ റെയിൽവേയിൽ ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് ഏതാണ്? ഡബിൾ ഹെഡഡ് ഷേപ്പ് ആണ്. ഫോർ മീറ്റർ ഗേജ് ലെങ്ത് ഓഫ് വുഡൻ സ്ലീപ്പർ. മീറ്റർ ഗേജിന്റെ വുഡൻ സ്ലീപ്പറിന്റെ ലെങ്ത് പറയുന്നത് 1.83 ആണ്. 1.83 ആണ് മീറ്റർ ഗേജിലുള്ള വുഡൻ സ്ലീപ്പറിന്റെ ലെങ്ത് പറയുന്നത് കേട്ടോ. മീറ്റർ ഗേജ് ആണ്. അപ്പൊ ബ്രോഡ് ഗേജിന്റെയും നോക്കി വെക്കുക, നാരോ ഗേജിന്റെയും നോക്കി വെക്കുക. ഇത് മീറ്റർ ഗേജിന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. വുഡൻ സ്ലീപ്പർ മീറ്റർ ഗേജിന്റെ വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. And two tracks of same gauge or different gauge cross each other at any angle is known as എന്താണ്? Diamond crossing. The advanced starter signal is provided about dash meter beyond the trailing switches. 180 meter കഴിഞ്ഞിട്ടാണ് advanced starter signal കൊടുക്കുന്നത്. അടുത്തത്, quantity of water flows through the surface of earth by a rainfall is termed as എന്താണ്? Runoff. A line of rainfall map joining places having same average rainfall is known as. same average rainfall നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ലൈനെയാണ് നമ്മൾ ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത്. The relation between area of crop irrigated and the quantity of irrigation water, അതായത് area by discharge എന്താണ്? required during the entire period of the growth of the crop is called. ഓപ്ഷൻ ഡി ഡ്യൂട്ടി ആണ്. ഏരിയ ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ഏരിയ ബൈ ഡിസ്ചാർജ് ആണ് വരുന്നത്. അപ്പോൾ അതെന്താണ്? ഓപ്ഷൻ ഡി ഡ്യൂട്ടി ആണ് വരിക. അടുത്തത്, an area in which crop is grown at a particular time or crop season. ഒരു പെർട്ടിക്കുലർ ടൈമിലോ ഒരു ക്രോപ്പ് സീസണിലോ മാത്രം ഒരു ഏരിയ ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. എ സീസൺ ഇൻ വിച്ച് ക്രോപ്സ് ആർ സോൺ ബൈ ദ ബിഗിനിങ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ സോൺ ചെയ്യുകയും ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടമൺ ആണെങ്കിൽ അതാണ് എന്ത്? ഓപ്ഷൻ എ ഖാരിഫ് സീസൺ. A dam which having seepage of water is sufficient for the growth of crop and if no additional surface watering is necessary, such type of ഡാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ സ്പ്രെഡ് ഡാം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മേജർ പാർട്ട് ഓഫ് എൻറ്റയർ പൗണ്ടിങ് ഓഫ് വാട്ടർ ഈസ് അച്ചീവ്ഡ് ബൈ റേസ്ഡ് ക്രസ്റ്റ് ആൻഡ് എ സ്മോളർ പാർട്ട് ഈസ് അച്ചീവ്ഡ് ബൈ ഷട്ടേഴ്സ്. അതായത് സ്മോളർ പാർട്ട് ഷട്ടേഴ്സ് വെച്ചിട്ടും എൻറ്റയർ ആയിട്ട് ക്രസ്റ്റിന് റേസ് ചെയ്തിട്ടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിയർ എന്ന് പറയുന്നത്. The difference of water level in the forebay and that in the tail raceനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് ഹെഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. എ കനാൽ ക്യാരി വാട്ടർ ടു ദ അഗ്രികൾച്ചറൽ ഫീൽഡ്. അതിനെയാണ് നമ്മൾ ഇറിഗേഷൻ കനാൽ എന്ന് പറയുന്നത്. എ സ്ട്രക്ചർ ഇൻ വിച്ച് കനാൽസ് ഫ്ലോസ് ഓവർ ദ ഡ്രെയിനേജ് ആൻഡ് HFL ഓഫ് ദ ഡ്രെയിനേജ് ഈസ് ലോവർ ദാൻ ദ കനാൽ ബെഡ് ലെവൽ. അതായത് എ സ്ട്രക്ചർ ഇൻ വിച്ച് കനാൽസ് ഫ്ലോസ് ഓവർ ദ ഡ്രെയിനേജ്, അതായത് ഡ്രെയിനേജിന്റെ മുകളിൽ, അതായത് എന്താണ്? ഒരു റിവറിന്റെ മുകളിലാണ് കനാൽ ഫ്ലോ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ എന്താണ് വരിക? ഒന്നെങ്കിൽ എക്വഡേറ്റ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ സൈഫൺ എക്വഡേറ്റ് ആണ് വരിക. അപ്പം ഇവിടെ സൈഫൺ എക്വഡേറ്റ് ആണോ സൈഫൺ എക്വഡേറ്റ് ആണോ വരിക എന്ന് എങ്ങനെയാ നോക്കുക? ഇവിടെ പറയുന്നത് HFL എന്താണ്? കനാൽ ബെഡ് ലെവലിനെക്കാട്ടും താഴെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എക്വഡേറ്റ് ആണ് ആൻസർ വരിക. വാട്ട് ഈസ് ദ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി? ആൻസർ വരുന്നത് ആനിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബ്രിക്ക് വോൾ തിക്നെസ് ഈസ് മെഷർഡ് ഇൻ സ്ക്വയർ മീറ്റർ? 10 സെന്റിമീറ്റർ ആണ് വരിക. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ബിൽട്ടപ്പ് ഏരിയ ഓഫ് ബിൽഡിംഗ് മെഷർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി? ഓപ്ഷൻ ഡി പ്ലിന്ത് ഏരിയ. വാട്ട് ഈസ് ദ മിനിമം ലീഡ് ഫോർ എർത്ത് വർക്ക് എക്സ്കവേഷൻ? മിനിമം ലീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 30 മീറ്റർ ആണ് വരിക. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഈസ് ആഡഡ് ആസ് കണ്ടിജൻസീസ് ഇൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്? 5 to 10%. ഫോർ എ ഗിവൺ കോണ്ടൂർ ഇന്റർവൽ ദ ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിന്റെ സ്റ്റീപ്നെസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്നതിൽ സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട്. ഇൻ ഹില്ലി കൺട്രി ദ സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് യൂഷ്വലി ടേക്കൺ ആസ്. ഒരു ക്രോസ് സെക്ഷന്റെ സ്പേസിംഗ് എത്രയാണ് എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. 82 ആൻസർ 20 മീറ്റർ ആണ് വരുന്നത്. ഇൻ ഹില്ലി കൺട്രി ദ സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് യൂഷ്വലി ടേക്കൺ ആസ് 20 മീറ്റർ. ലൈൻ പാസിംഗ് ത്രൂ ദ സാഡിൽസ് ആൻഡ് സമ്മിറ്റ്. സാഡിൽസിലൂടെയും സമ്മിറ്റിലെയും പാസ് ചെയ്യുന്ന വാട്ടർ ലൈൻസിനെയാണ് നമ്മൾ വാട്ടർ ഷെഡ് ലൈൻ എന്ന് പറയുന്നത്. ഫോർ പ്ലോട്ടിംഗ് ദ പ്രൊഫൈൽ ദ ലെങ്ത് ഓഫ് ഓർഡിനേറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ. എന്തായിരിക്കണം?
4 സെൻറ്റിമീറ്റർ ടു 15 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 84 ഓപ്ഷൻ ബി ആണ്. 4 സെൻറ്റിമീറ്റർ ടു 15 സെൻറ്റിമീറ്റർ ആയിരിക്കണം ഒരു പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് ഓഫ് ഓർഡിനേറ്റ്സ്. ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേ ഒക്കെ എന്തിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ലാൻഡ് സർവേയിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി ഡിറ്റർമൈൻഡ് ബൈ, ഡിസ്റ്റൻസ് ഡയറക്ട്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിലാണ്? പെഡോമീറ്ററിലാണ്. The bearing of line AB is 152 degree 20 minutes and the angle ABC is 124 degree 38 minutes. അങ്ങനെയാണെങ്കിൽ BC ന്റെ ബിയറിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാ ചെയ്യാം? ഇതിന്റെ ആൻസർ വരുന്നത് 87 ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറയുന്നതായിരിക്കും കേട്ടോ. ഫോർ എക്സ്റ്റാബ്ലിഷിംഗ് ബെഞ്ച് മാർക്ക് വിത്ത് ഹൈ പ്രിസിഷൻ വി കണ്ടക്ട്. ഹൈ പ്രിസിഷനിൽ നമ്മൾ ബെഞ്ച് മാർക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്താണ്? പ്രിസൈസ് ലെവലിംഗ് ആണ് ആൻസർ വരിക. ഇനി വിഡ്ത്ത് ഓഫ് എ സ്റ്റീൽ ബാൻഡ്, ഒരു സ്റ്റീൽ ബാൻഡ് വിഡ്ത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ആൻസർ നമുക്ക് ആൻസർ കീയിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് two-pack method is permanent adjustment of എന്താണ്? two-pack method ഡംബി ലെവലിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. The centroid of semicircle lies at a distance of, ഒരു സെമിസർക്കിളിന്റെ സെൻട്രോയിഡ് എന്താണ്? ബേസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ 4r/3π ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the Lami's theorem is applicable only for എന്താണ്? coplanar and concurrent forces ആണ്. When a section is subjected to two equal and opposite pull as a result of which a body tends to increase its length കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടെൻസൈൽ എന്ന് പറയുന്നത്. Which state of equilibrium example is a cone resting on its base? ഒരു ബേസിൽ കോൺ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സ്റ്റേബിൾ എന്നാണ് പറയാം. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു ദ നോർമൽ? അപ്പോൾ എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇനി വിച്ച് ആർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഒരിക്കലും അല്ല, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഒരിക്കലും സ്ലൈഡിംഗ് ഫ്രിക്ഷന് ഈക്വൽ ആവില്ല. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മോർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതും എന്താണ്? തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ ഏരിയ ഓഫ് കോൺടാക്ട്. അത് ശരിയാണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടും കുറവാണ്. അതും ശരിയാണ്. അപ്പം 96ന്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 2ഉം ആണ് എന്ത്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ മാക്സിമം സ്ട്രെസ് അറ്റൈൻഡ് ബൈ എ മെറ്റീരിയൽ ബിഫോർ റപ്ചർ? അതിനാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടി? മാലബിലിറ്റി ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. ഡക്റ്റിലിറ്റി ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇലാസ്റ്റിസിറ്റിയും ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് വരിക. If a number of coplanar forces act simultaneously on a particle, the algebraic sum of the moment of all forces about any point is equal to the moment of their resultant force about the same point. Which principle does this statement? Varignon's principle ആണ് ഓപ്ഷൻ വരിക, ആൻസർ വരിക. The property of certain material of returning back to their original position after removing the external force is known as option A, elasticity. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം വിട്ടു വെച്ചിരുന്നു. ആ പ്രോബ്ലം നോക്കാം. അതായത് എ ബിന്റെ ബിയറിംഗ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 152 ഡിഗ്രി 20 മിനിറ്റ് തന്നിട്ടുണ്ട്. എ ബി സിന്റെ ബിയറിംഗ് നമുക്ക് 124 ഡിഗ്രി 38 മിനിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി സിന്റെ ബിയറിംഗ് കാണാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി എന്നുള്ള ഇക്വേഷൻ അറിയാം. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഫോർ ബിയറിംഗ് ഓഫ് എ ബി ആണ് തന്നിട്ടുള്ളത് 152 ഡിഗ്രി 20 മിനിറ്റ് എന്ന്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി കാണാം. അതായത് ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ആണ്. അങ്ങനെ ബാക്ക് ബിയറിംഗ് നമുക്ക് കിട്ടുന്നത് 332 ഡിഗ്രി 20 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മളോട് പറഞ്ഞിരുന്നത് ബി സിന്റെ ബിയറിംഗ് കാണാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ്, അതായത് ബി എയിൽ നിന്നും ബി സിയിലേക്കാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. എന്നിട്ട് ശേഷം എന്ത് ചെയ്യുക? ബിയറിംഗ് ഓഫ് ബി സി നമ്മൾ കാണുക. അതായത് ബിയറിംഗ് ഓഫ് ബി സി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ബിയറിംഗ് ഓഫ് എ ബിനോട് ഈ ഒരു ആംഗിൾ എ ബി സി എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ബിയറിംഗ് ഓഫ് എ ബിയിലെ, അതായത് ഈ ഒരു ബിയറിംഗ് ഓഫ് എ ബി, ബാക്ക് ബിയറിംഗ് ഓഫ് എ ബിനോട് എന്ത് ചെയ്യുക? ഈ ഒരു ആംഗിൾ എ ബി സി കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബിയറിംഗ് ഓഫ് ബി സി കിട്ടും. അപ്പം ആ ഒരു ബിയറിംഗ് ഓഫ് ബി സി നമുക്ക് കിട്ടുന്നത് 360 ഡിഗ്രീനെക്കാട്ടും കൂടിയൊരു വാല്യൂ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 456 ഡിഗ്രി 58 മിനിറ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ശരിക്കും എന്താണ്? 360 ഡിഗ്രീനെക്കാട്ടും ഒരു കുറഞ്ഞ വാല്യൂ ആണ് വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു 456 ഡിഗ്രി 58 മിനിറ്റിൽ നിന്നും എന്ത് ചെയ്യുക? ഈ ഒരു 360 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ വരിക 96 ഡിഗ്രി 58 മിനിറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നെക്സ്റ്റ് ഡേ വരാം.